സമൂഹത്തിന്റെയും അസ്ഥിവാരങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയും കേവലമായ മണി ഓറിയന്റഡ് ഓർ കൺസ്യൂമറൈസ്ഡ് സൊസൈറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ SSFന്റെ സമരം പ്രസക്തമാകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥി യൗവനങ്ങളെ മുഴുവനും കാലത്തിന്റെയും ലോകത്തിന്റെയും ധർമ്മത്തിന്റെയും കാവലാളികളായി കൊണ്ടുവരാൻ കേരളത്തിന്റെ തെക്കുവടക്കും വടക്കു തെക്കുമായി ഒരുപാട് യാത്രകൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഓരോ യാത്രകൾക്കും പല യാത്രകൾക്കും സ്വീകരണം നടന്ന വേദിയായിരിക്കാം ഇത്. ഒന്നുകിൽ നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ അടുത്ത ഭരണത്തിന്റെ കസേര വലിച്ചു വാങ്ങാനോ ഉള്ള സമരങ്ങളായിരുന്നു. അതേസമയത്ത് SSFകാരന്റെ ഉണർത്തുജാഥ ഇവിടെ എത്തിയത് നിങ്ങളുടെ സമ്മതിദാനാവകാശം പെട്ടിയിലാക്കാനോ നിങ്ങളുടെ സാമ്പത്തിക മേൽമുക്കോയ്മകളെ കീശയിലാക്കാനോ അല്ല. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പിതാവിന്റെയും മാതാവിന്റെയും ഹൃദയത്തിലേക്ക് ചില ചോദ്യങ്ങൾ ഉയർത്താനാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം ഇന്നെന്താണ്? വിദ്യാഭ്യാസപരമായി നമ്മുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കലാലയങ്ങളുടെ അകത്തളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഏതൊക്കെയാണ്? ഇത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗർഭനിരോധന ഉറകളും ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കപ്പെടുന്നത് കൊച്ചിയിലെ ചുവന്ന തെരുവിലല്ല, കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിലല്ല. പിന്നെ എവിടെയാണ് എന്ന് പഠിക്കുമ്പോഴാണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അപകടങ്ങൾ നാം മനസ്സിലാക്കേണ്ടി വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആർട്സ് കോളേജിന്റെ ക്യാമ്പസിലാണെന്ന് വന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം എവിടെ എത്തിയിരിക്കുന്നു? കൊച്ചിയിൽ രാത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നഗ്ന നൃത്തശാലകളിൽ രാത്രി പോയിട്ട് നഗ്നരായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ചുവന്ന തെരുവിൽ നിന്നോ ചാന്ദിനി ചൗക്കിൽ നിന്നോ ഇറക്കിയ പെണ്ണുങ്ങളല്ല. എഞ്ചിനീയറിംഗിനും മെഡിസിനും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും കൊച്ചിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലെ മക്കളാണ്, കൗമാര യൗവനങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലകളിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥകളെ കുറിച്ച് നാം അറിയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കലാലയത്തിന്റെയും മുന്നിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് കഫേകളിലൂടെ വ്യയം ചെയ്യപ്പെടുന്ന സംസ്കാരം എന്താണ്? ഞായറാഴ്ചകളിൽ പോലും നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ഇന്റർനെറ്റ് കഫേകളിൽ നമ്മുടെ സമുദായത്തിലെ നമ്മുടെ സമൂഹത്തിലെ കൗമാര യൗവനങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് സെക്സ് സൈറ്റുകൾക്ക് അഡിക്റ്റ് ആയി കൊണ്ടിരിക്കുമ്പോൾ മാനുഷികമായ മൂല്യങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ആധുനിക കേരളീയ സംസ്കാരം ദൈവത്തിന്റെ രാജ്യമെന്ന് വിളിച്ചു പറയാൻ വിദേശികളോട് 1000 വട്ടം ആവശ്യപ്പെടുമ്പോഴും ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് കേരളത്തിന്റെ സംസ്കാരത്തെ വിലയിരുത്താനാണ് നാം പഠിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉന്നത നീതിപീഠം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? 2010 മാർച്ച് 23-ാം തീയതി വിവാഹേതരമായി ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവകാശം വകവെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഉന്നത നീതിപീഠം ഇവിടെ രംഗത്തേക്ക് വന്നത്. ഒരിക്കലും നീതിപീഠങ്ങളെ ചോദ്യം ചെയ്യലോ ഭരണവ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യലോ ഞങ്ങളുടെ നയമല്ല. പക്ഷേ മാനുഷിക മൂല്യങ്ങളെ മുഴുവനും തമസ്കരിക്കുന്ന വിധം ഇന്ന് നിയമപീഠങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുമ്പോൾ വസ്തുതകളെ പറയാതിരിക്കാൻ വയ്യ. വിവാഹമെന്ന കുടുംബ വ്യവസ്ഥിതിയെ മുഴുവനും തകർത്തിട്ട് ഇഷ്ടമുള്ളവൾക്ക് ഇഷ്ടമുള്ളവനോടൊപ്പം ഇഷ്ടം പോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മൃഗീയവൽക്കരിക്കപ്പെടുകയും കുടുംബ വ്യവസ്ഥിതികളെ തകർത്തെറിയപ്പെടുകയും ചെയ്യുന്ന സംസ്കാരം നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ഭാഷാ പോഷണി സാഹിത്യപരമായും സാംസ്കാരികമായും വായിക്കുവാനൊരു വിദ്യാർത്ഥി അവലംബിക്കേണ്ടതാണ്. ഇത്തരം ചർച്ചകളെ മറയില്ലാതെ ഒളിയില്ലാതെ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ വായനകളും കാഴ്ചകളും മുഴുവനും അനീതിവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ സൊസൈറ്റിയോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അടുത്ത ഭാവിയിൽ ഈ കാലത്തിന്റെയും ലോകത്തിന്റെയും കാവലാളുകൾ ആരാണ്? സെക്ഷൽ സൈറ്റുകളുടെ മുമ്പിൽ അടയിരിക്കുന്ന ഇന്നത്തെ കൗമാര യൗവനങ്ങൾക്ക് അടുത്ത ഭാവിയെ രക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതല്ല, കച്ചവട കണ്ണുകളോടുകൂടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവനും നമുക്ക് കാലത്തിന്റെ കാവലാളുകളായി കാണാൻ പറ്റുമോ? 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും പീഡിപ്പിക്കപ്പെടുന്ന കേരളത്തെ ദൈവത്തിന്റെ രാജ്യമെന്ന് വിളിക്കണോ, സാത്താന്റെ കേളീരംഗമെന്ന് വിളിക്കണമോ? നമ്മളാണ് വിലയിരുത്തേണ്ടത്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ താളം മുഴുവനും പിഴച്ച് അപകടത്തിന്റെ ആഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോ പാടില്ല എന്ന് വിളിച്ചു പറയാനും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തെ തുറന്നു പറഞ്ഞാൽ
എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ പലരുമുണ്ടല്ലോ. മതമേതാകട്ടെ, ജാതിയേതാകട്ടെ, വർഗമേതാകട്ടെ, വർണ്ണമേതാകട്ടെ, ഭാവമേതാകട്ടെ, ഭാഷയേതാകട്ടെ, ദേശയമേതാകട്ടെ, എല്ലാത്തിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, നാളെ രാവിലെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കോളേജിലേക്ക് പഠിക്കാൻ പോയിട്ട് ഒരുപക്ഷെ വൈകുന്നേരം അവള് ഗർഭിണിയായി തിരിച്ചു വന്നിരിക്കാം എന്ന സാഹചര്യമല്ലേ കേരളത്തിനുള്ളത്? എന്റെ പൊന്നുമോൻ രാവിലെ കോളേജിലേക്ക് പഠിക്കാൻ പോയിട്ട് മദ്യത്തിന്റെ അടിയിൽപ്പെട്ടിട്ട് വൈകുന്നേരം 4 കാലിൽ തുള്ളി വരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലേ ഇന്നത്തെ കേരളമുള്ളത്? അതുകൊണ്ട് ഈ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് മാറി ധർമ്മത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പറ്റം വിദ്യാർത്ഥി വ്യൂഹത്തെ വാർത്തെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. 37 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സേവകരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചമ്മട്ടിക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ല. സ്വതന്ത്രമായ ധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഈ വിദ്യാർത്ഥി വ്യൂഹം 37 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്ന് രാജ്യത്തിന്റെയോ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിക വീക്ഷണത്തിന്റെയോ പരിധിയുടെ അപ്പുറത്തേക്കൊരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ലെന്ന് അഭിമാനബോധത്തോടെ വിളിച്ചു പറയുകയാണ്. എവിടെയൊക്കെ ഈ സമൂഹവും വിദ്യാർത്ഥി യുവജനങ്ങളും പ്രതിക്കൂട്ടിലായോ അവിടെയെല്ലാം ഉണർത്തുപാട്ടുമായി കടന്നു വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം മുതൽ ഇന്ന് വരെ ഞങ്ങൾ നിലനിർത്തുന്ന മുദ്രാവാക്യം ധാർമ്മിക വിപ്ലവം സിന്ദാബാദി എന്നാണ്. അഥവാ ധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കാനും നീതിക്ക് വേണ്ടി സമരം ചെയ്യാനുമുള്ള ഒരു വിദ്യാർത്ഥി യുവജനത്തെ രൂപപ്പെടുത്താനാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, കേരളത്തിലുടനീളം ഒരുപാട് അരുതായ്മകളുടെ കേളീരംഗങ്ങൾ ഉണ്ടാവുകയും കലാലയങ്ങളുടെ അകത്തളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഥാരയിറക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കലാലയ സംസ്കാരത്തിൽ നിന്ന് വിദ്യാർത്ഥി യുവജനങ്ങളെ മോചിപ്പിക്കണമെന്നും കലാലയ രാഷ്ട്രീയത്തിനെതിരെ ആദ്യമായി ശബ്ദിച്ച സംഘടനയാണ്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ആദ്യമായി കേരളത്തിൽ കലാലയ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിച്ചത് SSF എന്ന് പറയുന്ന ഈ സംഘടനയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ രാഷ്ട്രീയത്തിനെതിരെ നമ്മുടെ രാജ്യം നിയമം നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തെ സ്കൂൾ കലാലയ രാഷ്ട്രീയത്തിന്റെ സ്കൂൾ ചാപ്റ്റർ മാറ്റിവെച്ചപ്പോ അവിടുന്ന് സ്വീകരണത്തിന്റെ പൂച്ചെണ്ടുകൾ സ്വീകരിക്കാനും അംഗീകാരത്തിന്റെ മാല്യങ്ങൾ ഏറ്റുവാങ്ങാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈദേശികാധിപത്യത്തിന്റെയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരന്റെ അധികാരത്തേറ്റുകളെ പറിച്ചറിയാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മക്കൾക്ക് കഴിഞ്ഞപ്പോൾ, സാംസ്കാരികമായ സാമ്രാജ്യത്വത്തെ വീണ്ടും അധീശപ്പെടുത്തുവാൻ ഈ രാജ്യത്തിന്റെ മക്കളെ സാംസ്കാരികമായി അടിപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന പേരിൽ കരുത്തോടെ തെരുവിലിറങ്ങുകയും സമുദായത്തെ ബോധവൽക്കരിക്കുകയും സമൂഹത്തെ ഋജുവായ പാതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെയുള്ള ലോട്ടറി, പലിശ, ചൂതാട്ടം പോലെയുള്ള സാമ്പത്തിക അനീതിക്കെതിരെ ഏറ്റവും കൂടുതൽ സമരരംഗത്തിറങ്ങിയ സംഘടന ഏതാണ്? ദുബൈയുടെ ടവറുകൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലും എക്കണോമിക് ക്രൈസിസിന്റെ പേരിലും വേദന അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ സാമ്പത്തിക അരാജകത്വത്തിനെതിരെ സമരം തുടങ്ങിയ സംഘടനയാണ് SSF എന്ന് പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ പരിസരത്തുള്ള കടകളിൽ വർണ്ണ കവറുകളിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന് സമാനമായ പാൻ മസാലയ്ക്കെതിരെ തെരുവിലിറങ്ങുകയും ഗ്രാമപഞ്ചായത്തുകളെ കൊണ്ട് ഔദ്യോഗികമായി പല സ്ഥലങ്ങളിലും നിരോധിപ്പിക്കുകയും ചെയ്ത സംഘടനയാണിത്. എന്റെ പരിസരങ്ങളിൽ കച്ചവടം ചെയ്ത് നടത്തുന്ന മനുഷ്യപ്പറ്റുള്ള, മനുഷ്യബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള മുഴുവൻ കച്ചവടക്കാരോടും ഈ ഓപ്പൺ ഫോറത്തിൽ നിന്ന് ദയാമനസ്കതയോടുകൂടി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ പൊന്നോമന പുത്രനെ പോലെ, കൊച്ചനുജനെ പോലെ, സഹോദരനെ പോലെയുള്ളവരാണ് നിങ്ങളുടെ കടയിൽ വന്ന് വർണ്ണപ്പൊതികൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്. 56-ൽ പരം മാരകമായ രോഗങ്ങൾ, ക്യാൻസറുകളടക്കമുള്ള രോഗങ്ങൾക്ക് വഴിവെക്കുന്ന ഈ വർണ്ണപ്പൊതികൾ വിറ്റിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ലാഭം കൊണ്ട് ജീവിക്കാൻ നിങ്ങളുടെ മനുഷ്യത്വം അനുവദിക്കുന്നു? അതുകൊണ്ട് പാടില്ല രക്ഷിതാവേ, പാടില്ല സഹോദര, പാടില്ല ജ്യേഷ്ഠ, അതിൽ നിന്നുള്ള വരുമാനം വേണ്ട എന്ന് വെക്കുവാനും നീതിനഷ്ടമായ കച്ചവടത്തിലൂടെ മാന്യമായ വരുമാനമുണ്ടാക്കി ന്യായബോധത്തോടെ ജീവിക്കാനുമുള്ള മനസ്സുണ്ടാകണം. അല്ലാതെ പാൻ മസാലകളുടെയും വർണ്ണപ്പൊതികളുടെയും മയക്കുമരുന്നുകളുടെയും കച്ചവടത്തിലൂടെ ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് കൗമാര യൗവനങ്ങളുടെ വികാര തീവ്രമായ ജീവിതത്തിന്റെ ലൂപ്പ് ഹോളുകളെ കൊണ്ട് ജീവിക്കുന്ന കച്ചവടക്കാരോട് വളരെ ദയാമനസ്കതയോടുകൂടി പറയട്ടെ, നിങ്ങൾ ഈ മനുഷ്യത്വത്തെ കൊന്നുകളയരുത്. ഇത് സാത്താന്റെ കൂടാക്കരുത്. ദൈവത്തിന്റെ രാജ്യമായി നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ ലൈംഗികാരാജകത്വത്തിന്റെ അപകടകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഭരണാധികാരികൾ പാർട്ടി ഭേദമന്യേ അതുപോലെ തന്നെ വിഭാഗഭേദമന്യേ സെക്ഷൽ ടൂറിസത്തിലൂടെയും വരുമാനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. തായ്ലൻഡ് പോലെയും തായ്വാൻ പോലെയും ജപ്പാൻ പോലെയും സിംഗപ്പൂര് പോലെയും മലേഷ്യ പോലെയും ഉള്ള ഏഷ്യൻ രാജ്യങ്ങളടക്കം അവിടുന്ന് സെക്ഷൽ ടൂറിസത്തിന്റെ പേരിൽ രാജ്യത്തിന് വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ കിട്ടിയത് എന്താണ്? തായ്ലൻഡ് സെക്ഷൽ ടൂറിസത്തിലൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ 16 പച്ചയായി കച്ചവടം ചെയ്യുന്ന രാജ്യമായി മാറി. അതുപോലെ തന്നെ അത്തരം രാജ്യങ്ങളിൽ പുകവലി പാടില്ല എന്നതിന് പകരം ചുംബനം പാടില്ല എന്ന് പബ്ലിക് ടാക്സികളിലും പബ്ലിക് സ്ഥലങ്ങളിലും സ്റ്റിക്കർ ഒട്ടിക്കേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ സോഷ്യൽ കസ്റ്റം മാറിപ്പോയി. ഇതുപോലെ ഓരോ രാജ്യത്തും സെക്ഷൽ ടൂറിസത്തിന്റെ പേരിൽ വ്യഭിചാരികളും വ്യഭിചാരിണികളും ചുവന്ന തെരുവുകളും അധികരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്നും സംസ്കാരങ്ങളുടെ വിളവ് ഭൂമിയെന്നും ദൈവ കനിവുകളുടെ കേളീരംഗമായും പരിശുദ്ധമായി പവിത്രമായി സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ ഭൂമികയെ അവിടുന്ന് എവിടേക്ക് എത്തിക്കുവാനാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളും ഉത്തരവാദിത്തപ്പെട്ടവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥബോധത്തോടുകൂടി ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്.